ആ 6 പേർ ആർക്കു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത്? ആരാണ് ഇവരെ പറഞ്ഞയച്ചത്? കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി നിരാശാജനകമാണെന്ന് കെ രമ MLA. അതിജീവിതയ്ക്ക് നീതി വാങ്ങിച്ചു നൽകാൻ സർക്കാരിന് സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കെ രമ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷന് കനത്ത വീഴ്ചയുണ്ടായെന്ന് കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ സാമൂഹ്യ ബോധം അതിജീവിതയ്ക്കൊപ്പമാണെന്നും കെ രമ വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ കൃത്യമായ വീഴ്ചയാണ് ഈ കേസിൽ കാണാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ വിധിയിൽ 6 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പക്ഷേ കോടതി കണ്ടെത്തേണ്ട കാര്യം ഈ 6 പേർ എന്തിനു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തതെന്നാണ്. ഈ കുറ്റത്തിന് മുന്നിലുള്ള ഗൂഢാലോചന എന്താ? ആരാണ് ഇവരെ പറഞ്ഞയച്ചത്? അത് കണ്ടുപിടിക്കേണ്ടതെന്നും കെ രമ ചോദിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ നാൾവഴികൾ പിന്തുടർന്ന ആരും മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലെന്ന് കെ രമ MLA പറഞ്ഞു. അതിക്രൂരമായ ഈ കുറ്റകൃത്യത്തിന് പുറകിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പോലീസും പ്രോസിക്യൂഷനും പരാജയപ്പെട്ടു. ഈ പരാജയത്തിന് പുറകിൽ കാണാമുറയത്തെ ഉന്നത ഒത്തുതീർപ്പുകളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കെ രമ MLA ചൂണ്ടിക്കാട്ടി. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് വിധി പ്രസ്താവം ഉണ്ടായത്. പ്രതിക്കൂട്ടിൽ പരസ്പരം നോക്കാതെ ദിലീപും പൾസർ സുനിയും ഉദ്യോഗത്തിൽ മുങ്ങിയ ആ 10 മിനിറ്റ്. ഒടുവിൽ നടി ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവം. ജീൻസും വെള്ള ഷർട്ടുമായിരുന്നു ദിലീപിൻ്റെ വേഷം. നെറ്റിയിൽ 2 കുറികളും കയ്യിൽ കറുപ്പും ഓറഞ്ച് നിറത്തിലുള്ള ചരടുകളും ധരിച്ചിരുന്നു. നടി ആക്രമിച്ച കേസിൽ വിധി കേൾക്കാൻ ദിലീപ് എത്തിയത് ഇങ്ങനെയാണ്. അതേസമയം മാസ്കും തൊപ്പിയും ധരിച്ചാണ് മറ്റ് പ്രതികൾ കോടതിയിലെത്തിയത്. നടി ആക്രമിച്ച കേസിൽ 8 വർഷങ്ങൾക്ക് ശേഷം കേസിൽ 1-ാം നമ്പർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞപ്പോൾ വിപുലമായ ഒരുക്കങ്ങളാണ് വിധി ദിനത്തിൽ കോടതിയിൽ ഒരുക്കിയിരുന്നത്. ആശങ്ക കലർന്ന കണ്ണുകൾ, അക്ഷമ പ്രകടമായ വാക്കുകൾ. ആകെ ഉദ്യോഗത്തിൻ്റെ മുൾമുനയിലായിരുന്നു ജില്ലാ കോടതിക്കകം. അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ അക്കമിട്ട് നിരത്തുന്നത്. അതേസമയം നടി കേസിൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കാൻ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമമന്ത്രി പി രാജീവ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ച ശേഷമാണ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. അപ്പീൽ നൽകുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കാൻ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കേസിൽ ഓരോ ഘട്ടത്തിലും ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ 5 ഓളിയങ്ങളായി പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്നുവെന്നും എന്നാൽ അതിന് അനുസൃതമായ വിധിയല്ല ഇപ്പോൾ വന്നതെന്നും മന്ത്രി പറഞ്ഞു. അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി ലഭിക്കുന്നതുവരെ സർക്കാർ കൂടെ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി പി രാജീവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്നും തുടർ നടപടികളെക്കുറിച്ച് കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു. സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേസിൽ എത്ര ഉന്നതരുണ്ടെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് സർക്കാർ എടുത്ത നിലപാടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: കേരളത്തെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ 8-ാം പ്രതിയായ ദിലീപ് കുറ്റക്കാരനല്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പറഞ്ഞത്. അതേസമയം 1 മുതൽ 6 വരെയുള്ള എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പ്രതികൾക്കുള്ള ശിക്ഷ ഡിസംബർ 12-ന് വിധിച്ചു. കുറ്റക്കാരെന്ന് കോടതി വിധിച്ച പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. 1-ാം പ്രതി സുനിൽ NS എന്ന പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആൻ്റണി, 3-ാം പ്രതി B മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി H സലീം എന്ന വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവരാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 7-ാം പ്രതി ചാർലി തോമസ്, 9-ാം പ്രതി സനൽകുമാർ, 10-ാം പ്രതി ശരത്ജി നായർ എന്നിവരെയാണ് 8-ാം പ്രതി ദിലീപിനൊപ്പം കോടതി വെറുതെ വിട്ടത്. വിധി പ്രഖ്യാപന ദിവസം വലിയ തിരക്കാണ് കോടതിയിൽ അനുഭവപ്പെട്ടത്. കോടതി മുറി നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അതേസമയം വിധി കേൾക്കാനായി അതിജീവിത കോടതിയിലെത്തിയിരുന്നില്ല.